39 വർഷം കൊണ്ട് ഞാൻ പഠിച്ച 10 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മാസം അതായത് മാർച്ചിൽ എനിക്ക് 39 വയസ്സ് കഴിഞ്ഞു. ഇനി 40ലേക്കുള്ളൊരു യാത്രയാണ്. പക്ഷേ പൊതുവേ എല്ലാവരും പറയാവുന്ന പോലെ 39 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 40നോട് അടുക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒത്തിരി തിരിച്ചറിവുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒത്തിരിയധികം തിരിച്ചറിവുകളിലൂടെ ഞാൻ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഇരുന്ന് നോക്കുമ്പോൾ, ഒന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, ഞാൻ ജീവിതത്തിൽ പഠിച്ച കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. 10 കാര്യങ്ങൾ. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഒത്തിരി ഹെൽപ്ഫുൾ ആവും എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുറന്ന് ഒന്ന് പറയാമെന്ന് കരുതിയത്. 3 തരത്തിലാണ് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് എന്നെപ്പറ്റി തന്നെ. എന്നെപ്പറ്റി കഴിഞ്ഞ 39 വർഷത്തെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറേ സത്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ പറ്റിയിട്ട്. മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾ, നിങ്ങൾ ജീവിതത്തിൽ മുന്നേറണം, മുന്നേറരുത് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, ഇവരിനൊക്കെ പറ്റിയിട്ടാണ് രണ്ടാമത്. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പൈസ എന്ന് പറയുന്ന സത്യത്തെ പറ്റിയിട്ടാണ്. നാലാമതായിട്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഘടകത്തെ പറ്റിയിട്ടാണ് ഞാനത് പിന്നീട് പറയാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കിയതിൽ 39 വയസ്സ് കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സത്യം ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒന്ന് എന്നതിനെ പറ്റിയിട്ടാണ്. കാരണം ഞാൻ ആദ്യമൊക്കെ എൻ്റെ കരിയറിൻ്റെയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 20 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ, ഞാൻ ജീവിതത്തിലെ ഏറ്റവും എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്ന ഒന്നായിരുന്നു എൻ്റെ ഒരു ഐഡൻറ്റിറ്റി. അന്നൊക്കെ എനിക്ക് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കരിയറായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു നേഴ്സായിരുന്നു, ഞാനൊരു മാനേജറായിരുന്നു, ഞാനൊരു കൺസൾട്ടൻ്റ് ആയിരുന്നു. അങ്ങനെ പലതരം ഐഡൻറ്റിറ്റികളും കീപ്പ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒരു 2023 എൻ്റെ ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാത്ത ഒരാളായി മാറി. പക്ഷേ അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യമുണ്ട്. ജീവിക്കാൻ പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഒന്നും ആവശ്യമില്ല. നമ്മളൊരു ഐഡൻറ്റിറ്റിയും ജീവിതത്തോട് ചേർത്ത് വെക്കണം എന്ന് പറയുന്ന പറച്ചിലിനോടും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി ആയിട്ട് ഞാനിപ്പോൾ കരുതുന്നത് ഐ ആം എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു ഇന്ന ആളാണ്, ഞാനൊരു ബിസിനസ്സുകാരനാണ്, പോഡ്കാസ്റ്ററാണ്, ഇറ്റ് ഡസൻറ്റ് വറി മീ. അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു ചിന്ത എനിക്കില്ല. ഞാൻ ഒത്തിരി ഐഡൻറ്റിറ്റീസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, പല ഐഡൻറ്റിറ്റീസിലും കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ള സംഭവം ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നിലനിൽപ്പ് തന്നെയാണ്. നമ്മളൊരു നല്ല മനുഷ്യനാവാൻ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ അതിലും നല്ലൊരു ഐഡൻറ്റിറ്റി വേറെ ഇല്ല എന്നുള്ളതിൽ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഞാൻ എൻ്റെ ശബ്ദം എന്ന് പറയുന്ന സംഭവത്തിനെ തിരിച്ചറിഞ്ഞത്. അതായത് എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ഒത്തിരിയധികം കാര്യങ്ങൾ, അത് ഇപ്പോൾ ഏകദേശം 10-20 വയസ്സിലൊക്കെ ഞാൻ ക്വാളിഫിക്കേഷൻ ഹണ്ട് ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു. അതായത് ഉയർന്ന ജോലി, കുറേ ഡിഗ്രി, 2-3-4 പോസ്റ്റ് ഗ്രാജുവേഷൻ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും കാര്യമില്ല. ഞാൻ ഏകദേശം 39 വയസ്സ് കഴിയുമ്പോൾ ഞാൻ തിരിച്ചറിയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ 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 ശബ്ദം, അതായത് എനിക്ക് നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അതിന് മുമ്പ് ഞാൻ പല പൊസിഷനുകളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നെനിക്ക് ക്ലിയറായിട്ടും എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസായിട്ട് കാണാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരേ ഒരു ടൂള് എൻ്റെ കമ്മ്യൂണിക്കേഷനാണ്, അല്ലെങ്കിൽ എൻ്റെ വോയിസാണ്. മൂന്നാമത്തെ ക്ലാരിറ്റി. ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഒരു പവർ ഓഫ് ക്ലാരിറ്റി എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ തിരിച്ചറിയാനായിട്ട് എനിക്ക് ഒത്തിരി വർഷങ്ങളെടുത്തു. നിങ്ങൾക്കും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് പക്ക കൺഫ്യൂഷനാണ്. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എന്ത് ചെയ്യരുത് എന്നറിയില്ല, എവിടേക്ക് നമ്മളുടെ വണ്ടി പോകണമെന്നറിയില്ല, എവിടേക്ക് പോകരുതെന്നറിയില്ല. അതിലും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഏകദേശം എൻ്റെ 39 വയസ്സിലെ ഒരു 10-35 വയസ്സോളം വരെ ഞാനൊരു ക്ലാരിറ്റി ഇല്ലാണ്ട് ഞാൻ എന്താവണം, ഞാൻ ചിലപ്പോൾ ഒരു പൊസിഷൻ ക്രേവ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാനേജർ ആവണം തോന്നും. പിന്നെ അത് കഴിഞ്ഞ് എനിക്കത് വേണ്ടാന്ന് തോന്നും. അല്ലെങ്കിൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് വേണ്ടാത്തത് എന്നുള്ളൊരവസ്ഥയിൽ കൂടെ ഞാൻ ഒത്തിരി കടന്നു പോയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. ക്ലാരിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ വർഷങ്ങൾ തന്നെ നിങ്ങൾക്ക് മാസങ്ങളോ ആഴ്ചകളോ ആയിട്ട് ചുരുക്കാൻ പറ്റും. കാരണം ആ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിറക്ഷൻ ഉണ്ട്. ആ ഒരു ഡയറക്ഷനാണ് നിങ്ങളുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്കോ അതിൻ്റെ അപ്പുറത്തേക്കോ നിങ്ങൾ എത്തിക്കാൻ പോണത്. അപ്പോൾ ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തെ ഒരു കാര്യം ആണെന്ന് ഞാൻ പഠിച്ചതാണ് ഇൻവെസ്റ്റിംഗ് ഇൻ മൈസെൽഫ്. ജീവിതത്തിൽ എന്ന് മുതലാണോ ഞാൻ എന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്, അന്ന് മുതൽ ഞാൻ എൻ്റെ ലൈഫിനെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടിയിട്ട് അവസരങ്ങൾ വരാൻ കാത്തു നിൽക്കുമായിരുന്നു. ഇന്ന് 39 വയസ്സിൽ നിൽക്കുമ്പോൾ ഞാൻ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയായി മാറുന്നതാണ് ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യണത്. എനിക്ക് എൻ്റെ സ്കില്ലുകൾ, എൻ്റെ കഴിവുകൾ, അല്ലെങ്കിൽ ഞാൻ പല
ഐഡൻറ്റിറ്റികളിൽ നിന്നുകൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുള്ള എൻ്റെ ശക്തികളിൽ ഞാൻ ഇന്ന് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്ററായിട്ട് മാറാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്കൂടെ കടന്നു പോകാനായിട്ട് ആദ്യം ഞാൻ ചെയ്ത ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് ഇൻവെസ്റ്റിംഗ് ഇൻ മിസെൽഫ്. അത് ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്നിലേക്ക് തന്നെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഞാൻ സെൽഫ് എക്സ്പ്ലോറേഷൻ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ക്ലാരിറ്റി, അതിൽ നിന്ന് കിട്ടുന്ന ഒരു കരുത്ത്, അതൊരു വേറെ ലെവല് തന്നെയാണ്. അഞ്ചാമത്തെ ഒരു കാര്യം, അതായത് 4 ഞാൻ എന്നെപ്പറ്റി പറഞ്ഞു. ഇനി മറ്റുള്ളവരെ പറ്റിയിട്ട് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അബൌട്ട് അതേഴ്സ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ആളുകളാണ്, നമ്മളുടെ ബന്ധങ്ങളാണ്, നമ്മളുടെ മാതാപിതാക്കളാണ്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ ചൂസ് ചെയ്യാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ചൂസ് ചെയ്ത് നമ്മളുടെ കൂടെ വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നാച്ചുറലി നമ്മളുടെ കൂടെ വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ബൈ ബർത്ത് നമ്മളുടെ ഭാഗമാവുന്ന ആളുകളുണ്ട്. നമ്മളുടെ ഭാഗമാവുന്ന ആളുകൾ നമുക്ക് കരുത്ത് തരും എന്നുണ്ടെങ്കിലും നമ്മളുടെ ലൈഫിൽ നമ്മളെപ്പോഴും നമ്മളുടെ ഒരു സർക്കിളിൻ്റെ അപ്പുറത്തേക്കുള്ള ആളുകളാണ് ജീവിതത്തിൽ വലിയ ഒരു വഴികാട്ടിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മാറ്റി തിരിച്ചു വിട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ സർക്കിളിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സർക്കിളിൻ്റെ അപ്പുറത്തുള്ള ആളുകളായിരുന്നു. ഞാൻ എൻ്റെ സർക്കിളിലുള്ള ആളുകളെ വാല്യൂ ചെയ്യുന്നു, അവരെ സ്നേഹിക്കുന്നു. ഒപ്പം തന്നെ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞാൻ എപ്പോഴും ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് എൻ്റെ ലൈഫിലുണ്ട്. അത് ഞാനൊരു തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഒരു 6% തിയറി എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ വായിച്ചതാണ്. ഈ ഭൂമിയിലെ ഏതൊരാളായിട്ടും നമുക്ക് ബന്ധപ്പെടാനാണെങ്കിൽ പറ്റും. കാരണം നമ്മൾ ഒരു 6 ആൾ അകലെയാണ്, അല്ലെങ്കിൽ 6% എവയാണ് ജീവിതത്തിലെ ഏതൊരു മനുഷ്യനും. അപ്പോൾ ആ റൈറ്റ് കോണ്ടാക്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിനെ ഒത്തിരി ചുരുക്കാൻ പറ്റും. കാരണം നമുക്കൊരു റൈറ്റ് ആളുകളുടെ അടുത്ത് ഒത്തിരി പഠിക്കാൻ പറ്റും. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നല്ല റിലേഷൻഷിപ്പാണ്. അടുത്തതായിട്ട് ആറാമതായിട്ട് ഞാൻ മനസ്സിലാക്കിയൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്യാരി ചെയ്യുന്നുണ്ട്. നമ്മൾ പുറമേ കാണുന്ന ആളുകളല്ല അവരുടെ അകത്തുള്ളത്. കാരണം ഒരു കാലത്ത് ഞാൻ ആളുകളെ ജഡ്ജ് ചെയ്യായിരുന്നു. പക്ഷേ ഇന്ന് 39 ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് അവരുടെ സ്റ്റോറീസാണ്. അവർ ഇൻവിസിബിളായിട്ട് കൊണ്ട് നടക്കുന്ന, അവരുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ. ആ മനുഷ്യനോട്, അത്തരം ആളുകളോട് നമുക്ക് ഇടപഴകാൻ പറ്റുവാണെങ്കിൽ, അവരുടെ ഉള്ളിലുള്ള അവരോട് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ, ജീവിതത്തിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയൊരു സത്യമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് പണ്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നീട് ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്ത് പഠിച്ചൊരു സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ്. ഞാൻ മറ്റുള്ളവരെ പറ്റി പഠിച്ച 2 കാര്യം പറഞ്ഞു. അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്നത് പണം എന്ന് പറയുന്ന സത്യത്തിനെ പറ്റിയിട്ടാണ്. പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ പൈസയുടെ പുറകെ ഓടുമായിരുന്നു. അതായത് ഞാൻ പഠിച്ചൊരു സത്യം, പൈസേനെ പറ്റി എന്ന് നമ്മൾ പൈസയുടെ പുറകെ ഓടുന്നോ അതാണ് പൈസ നഷ്ടപ്പെടാൻ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം. വെൻ യു സ്റ്റാർട്ട് ചേസിങ് മണി, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലൂസ് യുവർ മണി. സോ ആ ഒരു സത്യം ഞാൻ തിരിച്ചറിയാൻ ഒത്തിരി വൈകി എൻ്റെ ജീവിതത്തിൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് മുതൽ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയോ, അന്ന് മുതൽ ഞാൻ മറ്റുള്ളവർക്കൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളായി മാറിയോ, അന്ന് മുതൽ എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഒരു മാസീവായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കിപ്പോഴും ഉറച്ചു പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇനി ഇങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജേണിയിലും എങ്ങനെ ദ മോസ്റ്റ് വാല്യുബിൾ പേഴ്സൺ ഇൻ എ റൂം ആവാനായിട്ടുള്ള എൻ്റെ ശ്രമം തുടർന്നുകൊണ്ടായിരിക്കും. അപ്പോൾ പണം ചേസ് ചെയ്യാനുള്ളതല്ല. രണ്ടാമതായിട്ട് അടുത്തായിട്ട് 8ാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പൈസ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വാല്യൂ ഉണ്ട്. അതായത് വളരെ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷത്തിലും വേണമെങ്കിൽ പറയാം. എനിക്ക് വേറെ ഓരോന്നായിരുന്നു. കാരണം ഒരു സമയത്ത് ഞാൻ എൻ്റെ 20കളിലൊക്കെ എനിക്ക് പൈസ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കാനുള്ള ഒരു ടൂളായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള സാധനങ്ങൾ നിറവേറ്റാനുള്ള ഒരു സാധനമായിരുന്നു. ഇന്ന് എന്നെ സംബന്ധിച്ച് പൈസ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഫ്രീഡമാണ്. അത് ഞാൻ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. കാരണം ജോലിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ സംബന്ധിച്ച് പൈസ എന്ന് പറയുന്നത് ഫ്രീഡമാണ്. എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡം ഉണ്ടോ, അത്രത്തോളം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. എത്രത്തോളം നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുമോ, ഇപ്പോൾ ഞാൻ മേലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആ ഒരു ചിന്തയിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, കൂടുതൽ നല്ല ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആ പണം അതിൻ്റെ അർത്ഥം ഓരോ കാലങ്ങളിലും മാറിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തതായിട്ടുള്ള ഞാനൊരു 8ാമത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, 9ാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, പൈസേനെ പറ്റിയിട്ടുള്ള അജ്ഞതയായിരുന്നു എൻ്റെ ജീവിതത്തിൽ പൈസ ഉണ്ടാക്കാനായിട്ട് എനിക്ക് തടസ്സം ഉണ്ടായിരുന്ന കാര്യം. അപ്പോൾ നമ്മൾ പറയാറില്ലേ സിംപ്ലി ഫൈനാൻഷ്യൽ ലേണിംഗ്, ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നൊക്കെ പറയുന്നത്.
എന്ന് ഞാൻ ആ ട്രിക്ക് പഠിച്ചോ അതിനുശേഷവും എൻ്റെ ലൈഫിൽ പൈസ അല്ലെങ്കിൽ ഞാൻ പൈസയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം അത് അത്ര എളുപ്പമല്ലായിരുന്നു. ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടും പേഴ്സണൽ ഫൈനാൻസിനെ പറ്റിയിട്ടും ബിസിനസ്സിനെ പറ്റിയിട്ടും എക്കണോമിക്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതും. അത് എൻ്റെ ലൈഫിൽ വരുത്തിയ മാറ്റം ചില്ലറയല്ല. ഞാൻ 9ാമതായിട്ട് പറയുന്നു, പൈസേനെ പറ്റിയിട്ടുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനൊരു 20 വയസ്സിലോ 21 വയസ്സിലോ ഒക്കെ ഞാൻ പൈസേനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിച്ചിരുന്നെങ്കിൽ, അതായത് പൈസ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫൈനാൻഷ്യൽ ലേണിങ്ങിന് ഞാൻ ജോലിക്ക് പോവുക വീട്ടിൽ വരിക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസിക്ക് ഞാൻ മുനക്കിടുമായിരുന്നെങ്കിൽ ഐ വുഡ് ബീൻ എൻ്റയർലി ഡിഫറെൻറ്റ് പ്ലേസ് നൗ. കാരണം ഞാനത് ഒത്തിരി സമയം എടുത്തിട്ടൊന്നുമല്ല, ഒരു 3-6 മാസം മാത്രമേ ഞാൻ അതിലേക്ക് ഇൻറ്റൻസീവായിട്ട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്ന് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ ലൈഫിലാണെങ്കിലും അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തായിട്ട് 10ാമത്തെ കാര്യം, ജീവിതത്തിലെ ഏറ്റവും നഗ്നമായ സത്യം, സമയം, അതായത് ടൈം. ഞാൻ എൻ്റെ 20 വയസ്സുള്ള സമയത്ത് ഞാൻ ജീവിതത്തിൽ ഇനിയും ഒത്തിരി സമയമുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ഒത്തിരി സമയം കളഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് 39 നിൽക്കുമ്പോൾ 40 കടക്കുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ലൈഫ് എന്തൊരു ഷോർട്ടായിരുന്നു എന്നുള്ളത്. ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഒത്തിരി മരണത്തോട് അടുത്ത് നടക്കുന്ന ആളുകളോട് വളരെ ക്ലോസ് ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ ഏകദേശം 3000-ഓളം ആളുകളുടെ ജീവിതത്തിൽ അവർ മരിക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ജീവിതം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇന്നും ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, ജീവിതം വളരെ ഷോർട്ടാണ്, വളരെ ഫ്രജൈലാണ്. അതുകൊണ്ട് സമയം നമ്മൾ അനാവശ്യമായിട്ട് കളയാതിരിക്കുക. എന്ന് നിങ്ങൾ സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നോ അതിനുശേഷം നിങ്ങൾ ജീവിക്കുന്നത് വേറെ രീതിയിലായിരിക്കും. ചിലപ്പോൾ സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ജീവിതം ചിലപ്പോൾ നമ്മളെ ദുരനുഭവങ്ങളിൽ കൂടെ കടത്തിവിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനേക്കാളും നമ്മളത് മനസ്സിലാക്കുകയാണെങ്കിൽ, അത് എന്ന് നമ്മൾ എഫേർട്ട് എടുത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ജീവിതം. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇനി ഏകദേശം നമുക്ക് തീർക്കാവുന്ന ആഴ്ചകളെ നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ, നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലാണെങ്കിലും. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു 4000 വീക്ക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ലൈഫിൽ വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സമയം കളയാതിരിക്കുക. പറ്റുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ 10 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്യണതൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഐ ബിലീവ് ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഇംപ്രൂവ് ആൻഡ് ലേൺ. അതായത് ഞാൻ പറഞ്ഞത് എന്നെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഐഡൻറ്റിറ്റീനെ പറ്റി പറഞ്ഞു, ഞാൻ എൻ്റെ വോയിസ് അല്ലെങ്കിൽ എൻ്റെ ശബ്ദത്തെപ്പറ്റി പറഞ്ഞു, ക്ലാരിറ്റി എന്ന് എനിക്കുണ്ടായോ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞു, എന്തിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് എൻ്റെ ജീവിതം മാറിയതെന്നും പറഞ്ഞു. ലോങ് ടൈം മറ്റുള്ളവരെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞത്, മറ്റുള്ള ആളുകളിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണോ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ, നിങ്ങളുടെ ജീവിതം വേറെയാണ്. രണ്ടാമത്തെ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം, ആ സെക്ടറിൽ എല്ലാവരും ഒരു ഇൻവിസിബിൾ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ആ ഇൻവിസിബിൾ ഐഡൻറ്റിറ്റി എന്ന് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റണം, നിങ്ങൾ അവരുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും. മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഒരു വലിയ ഫാക്ടർ മണി അല്ലെങ്കിൽ പൈസേനെ പറ്റിയിട്ടാണ്. പൈസയ്ക്ക് ഓരോ കാലഘട്ടത്തിലും എനിക്ക് ഓരോ മീനിങ് ആയിരുന്നു. ഏറ്റവും എളുപ്പത്തിൽ പൈസ നഷ്ടപ്പെടാനുള്ള ഒരേ ഒരു കാരണം, നിങ്ങൾ പൈസേനെ പുറകിലോടുന്നതാണ്. നിങ്ങൾ എന്ന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളായി മാറുന്നു ജീവിതത്തിൽ, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയുടെ അളവ് മാറും. പൈസേനെ പറ്റിയിട്ടുള്ള അജ്ഞതയായിരുന്നു എൻ്റെ ലൈഫിൽ ഫൈനാൻഷ്യലി ഞാൻ ഡിഫറെൻറ്റ് വേർഷനായിട്ട് ഇരിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. 10ാമത്തെ സമയം നിങ്ങൾ കളയാതിരിക്കുക. വിലപ്പെട്ട ആളുകളുടെ കൂടെ വിലപ്പെട്ട സമയം ഉപയോഗിക്കുക. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസ്, ലൈഫിൽ ആ ഒരു സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ആളുകൾ, അവരുടെ കൂടെ നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ 39 വർഷത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു.